ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഗർഭിണികളായ യുവതികളെ കേരളത്തിലെത്തിച്ച് പ്രസവിച്ച ശേഷം കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്ന സംഘം. ഓരോ യുവതികൾക്കും വാഗ്ദാനം ചെയ്യുന്നത് 3 ലക്ഷത്തോളം രൂപയാണ്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ നടുക്കുന്ന വാർത്ത കേട്ടത്. ആരാണ് ഇവർക്ക് പിന്നിൽ? വലിയൊരു മാഫിയ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ കേസാണ്. കോട്ടയത്ത് നവജാത ശിശുക്കളെ കൈമാറ്റം ചെയ്യുന്നുവെന്ന പരാതിയിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. നിലവിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. തിരുനെൽവേലി സ്വദേശി രാജൻ, വാഗമൺ സ്വദേശി അർജുൻ എന്നിവരാണ് പിടിയിലായത്. വിശദമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോട്ടയം SP സാബു മാത്യു പറഞ്ഞു. അസം സ്വദേശിനിയായ 22-കാരിയാണ് പരാതിക്കാരി. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതിനെല്ലാം സംവിധാനം ചെയ്യുന്നുണ്ട്. 2 പേർ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. തുടർന്ന് അന്വേഷിക്കുന്നുണ്ട്. എവിഡൻസ് എടുത്ത് ബാക്കി വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. വലിയ ഉണ്ടെന്നല്ലേ അന്വേഷണം ബാക്കി പറയാൻ പറ്റും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളായ യുവതികളെ കേരളത്തിലെത്തിച്ച് പ്രസവിച്ച ശേഷം കുട്ടികളെ വിൽക്കുന്നുവെന്നായിരുന്നു പരാതി. ഈരാറ്റുപേട്ട പോലീസിന് ലഭിച്ച പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഇത് ഏറെ നടുക്കുന്നൊരു വാർത്തയാണ്. കാരണം ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ? എത്ര നാളായി ഇങ്ങനെ ഈ ഇടപാടുകൾ നടക്കുന്നുണ്ട്? ഇതിപ്പോൾ ഒരു അസം സ്വദേശിനിയായ 22-കാരി നൽകിയ പരാതിയിലാണ് ഈ സംഭവം പുറത്തു വരുന്നത്. ഇത് കൂടുതൽ കുഞ്ഞുങ്ങളെ ഇതുപോലെ വിൽപ്പന നടത്തിയിട്ടുണ്ടോ? എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്? അതീവ ഗൗരവത്തോടു കൂടിയാണ് കേസിനെ പോലീസ് കാണുന്നത്. പക്ഷെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ ദുരൂഹതകളുടെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഈ യുവതി കോട്ടയത്തെ ഒരു കെയർ ഹോമിൽ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുകയാണ്. അവിടെ എത്തി പോലീസ് ഈ യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ മാസം ജൂലൈ 16 മാത്രമാണ് ഈ പെൺകുട്ടി നാട്ടിലെത്തുന്നത്, തീക്കോയിലെത്തുന്നത്. തീക്കോയി സ്വദേശിയായ ജോസ് എന്ന ആളുടെ പേരിലുള്ള ഒരു വീട് വാടകയ്ക്കെടുത്താണ് ഈ അർജുനും രാജയും ഈ പെൺകുട്ടികളെ ഇവിടെ താമസിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞതുപോലെ പെൺകുട്ടി നൽകിയ മൊഴി അനുസരിച്ച് ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് നടത്തുന്നു. അങ്ങനെ ഈ പെൺകുട്ടിക്ക് പണം നൽകാം എന്നതുൾപ്പെടെ പറയുന്നതായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ളതാണ് പോലീസിന് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയായിട്ടുള്ളത്. പക്ഷേ ഈ പെൺകുട്ടി എങ്ങനെയാണ്, ഈ അസമിലെ പെൺകുട്ടിക്കൊരു പഴയ കഥ കൂടിയുണ്ട്. അതായത് ആദ്യ കുട്ടി പെൺകുട്ടിയാകുന്നു. ഈ പെൺകുട്ടി പ്രസവിച്ച ആദ്യ പെൺകുട്ടി ഒരു പെൺകുഞ്ഞായിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഉടൻ തന്നെ വളരെ 2 മാസത്തിന് ശേഷം വീണ്ടും ഗർഭിണിയാകുന്നു. ഇതോടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിക്കുന്നു. അത് വീണ്ടും പെൺകുട്ടിയാണെങ്കിൽ വേണ്ട എന്ന അർത്ഥത്തിൽ ഭർത്താവുമായി പ്രശ്നമുണ്ടാകുകയും പെൺകുട്ടിയെ വീട്ടുകാർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വശമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് ഇങ്ങനൊരു കേന്ദ്രമുണ്ട് എന്ന് കണ്ടെത്തുന്നത്. സ്വാഭാവികമായിട്ടും ടോം, അവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഈ ഇത്തരം സാന്ത്വനം പോലെയുള്ള പല കെയർ ഹോമുകളും കേരളത്തിലുണ്ട്. അവിടെ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് തന്നെ പ്രശസ്തമായ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്, അവിടെയൊന്നും എത്തപ്പെടാതെ എങ്ങനെയാണ് ഇങ്ങനൊരു തട്ടിപ്പുകാരുടെ വലയിലേക്ക് പെൺകുട്ടി എത്തിയത് എന്ന സംശയം പോലീസിന് ഉണ്ട്. അതിന്റെ അടക്കം ഈ മൊഴിയെടുപ്പിലൂടെ അതിന് വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ മാസം 16 ഇവിടെ എത്തുന്നു. ആ സമയത്ത് മറ്റ് 2 പെൺകുട്ടികൾ, ഗർഭിണികളായ 2 പെൺകുട്ടികൾ ഈ വീട്ടിലുണ്ടായിരുന്നു. ഞണ്ടുകലിലാണ് ഈ വീടുള്ളത്, ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് ഈ പെൺകുട്ടികൾ മാറി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ യുവതികളെ പാർപ്പിച്ചിരുന്ന ഈരാറ്റുപേട്ട തീക്കോയിലെ ആ വീടിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്, ആ വീട്ടിലെ ദൃശ്യങ്ങളാണ്. പല നിഗൂഢതകളും ഒളിഞ്ഞു നിൽക്കുന്ന വീടാണ്. ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചു, ഈ അസം സ്വദേശിനിയായ 22-കാരി നൽകിയ പരാതിയിലാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അവിടെ പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ മറ്റ് 2 യുവതികളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരെവിടെ നിന്നുള്ളവരാണ്? അസമിൽ നിന്നുള്ളവരാണോ? ഇതര സംസ്ഥാനക്കാരാണോ? ഇവരെ എങ്ങനെയാണ് ഈ സംഘം വലയിലാക്കിയിരുന്നത്? സമാനമായ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ പരിചയപ്പെട്ടാണോ? ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ?
ടോം, ഒരുപാട് ചോദ്യങ്ങളാണ് ടോമി ചോദിച്ചത്. അതിനൊക്കെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അത് ചുരുളഴിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ തുടക്കം തന്നെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ അന്വേഷിച്ചാണ് ഫലത്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ആദ്യ മൊഴിയായി പുറത്തു വരുന്നത്. കേരളത്തിൽ പ്രശസ്തമായ പല കെയർ ഹോമുകളും ഉണ്ട്, സർക്കാരിന്റെ കീഴിലടക്കമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരു തട്ടിപ്പുകാരുടെ വലയിലേക്ക് പെൺകുട്ടി എങ്ങനെ എത്തി എന്നത് സംശയകരമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പരിശോധിച്ചു വരികയാണ്. ഈ പെൺകുട്ടി നൽകിയ മൊഴി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ രണ്ടുപേരെ, അർജുനെയും രാജയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അർജുൻ പുള്ളിക്കാനം സ്വദേശിയാണ്. അർജുനും രാജയും ബന്ധുക്കളാണ്. അർജുന്റെ സഹോദരിയുടെ ഭർത്താവാണ് തമിഴ്നാട് സ്വദേശിയായ ഈ രാജൻ. അതുകൊണ്ട് തന്നെ ഇവരൊരുമിച്ച് ചേർന്നാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തത് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഇവിടേക്ക് എത്തിച്ചത് ചില ഏജന്റുമാർ വഴിയാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്വദേശികളാണ് ഇവർ എന്നുള്ള പ്രാഥമികമായ മൊഴികളാണ് വരുന്നത്. ഈ മൊഴികൾ വരുന്നതെല്ലാം വസ്തുതയാകണം എന്നില്ല. അത് പരിശോധിച്ച് വ്യക്തത വരുത്തി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ ആളുകൾ ഇത് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായും ഒരു ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് ഉള്ളത്. അതിനാണ് ഒരു പാലാ ഡിവൈഎസ്പി സദന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ വെച്ചുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധനകൾ, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പോലീസ്. ഇന്നലെ രാത്രി മൊഴിയെടുത്തിരുന്നു, ഇന്നിപ്പോൾ പകൽ മൊഴിയെടുക്കുന്നു. അങ്ങനെ കൂടുതൽ വ്യക്തത വരുത്തി ഇക്കാര്യത്തിൽ ടോം നേരത്തെ ചോദിച്ച ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനൊക്കെ ഈ ഘട്ടത്തിൽ പെട്ടെന്ന് എല്ലാത്തിനും ഉത്തരം പറയാവുന്ന സ്ഥിതിയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ പോലീസ് പല വിവരങ്ങളും ഈ ഘട്ടത്തിൽ പോലീസിനെ രഹസ്യമാക്കി വെക്കേണ്ടി വരും. കാരണം കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല എന്നും പോലീസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി രഹസ്യ സ്വഭാവത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാര് എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ടോം. യെസ്, ഇത് ഇൻസ്റ്റഗ്രാമിലെ ഒരു അക്കൗണ്ട് വഴിയാണ് യുവതികളുമായി സംഘം ബന്ധപ്പെട്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്, അങ്ങനെയെങ്കിൽ ആ അക്കൗണ്ട് ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇൻസ്റ്റഗ്രാമിലെ ആ അക്കൗണ്ട് നിയന്ത്രിച്ചിരുന്നത് ആരാണ്? ഈ അർജുനാണോ? മാത്രമല്ല, ഇവർക്ക് പിന്നിൽ സ്വാഭാവികമായി വലിയൊരു ശൃംഖല ഉണ്ടാകുമല്ലോ. അവരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമാണോ? നിലവിൽ ഈ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? ടോം, തീർച്ചയായും ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് വിവരങ്ങൾ നൽകിയത്. ചാറ്റിന്റെ അടക്കം വിവരങ്ങൾ ഈ പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ബാക്കി കൂടുതൽ വിവരങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല. ഇതെങ്ങനെയാണ്, ഏത് വഴിക്കാണ്, എത്ര പേരുണ്ട്, ഇത് പോലീസിനും കണ്ടെത്തേണ്ട വിഷയമാണ്. നമുക്ക് അറിയില്ല, പോലീസിനും ആദ്യഘട്ടത്തിൽ അറിയില്ല. പോലീസ് അത് കണ്ടെത്തുകയാണ്. അവിടെയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് വശങ്ങളിൽ നിന്ന്, ഒന്ന് പ്രതികൾ ആയി ഈ പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്ന രണ്ടുപേരുണ്ട്, അവരെ കയ്യിൽ കിട്ടി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം അവരിൽ നിന്നും മുകളിലേക്ക് കയറിപ്പോകാൻ കഴിയും എന്നുള്ളത്. പെൺകുട്ടിയുടെ മൊഴി മാത്രമല്ല വിശ്വസിക്കേണ്ടി വരിക, ഇപ്പുറത്തുള്ളവരുടെ മൊഴിയും കിട്ടുന്നു എന്നുള്ളത് അത് വെച്ചുള്ള പരിശോധനകൾ നടത്തും. അതുകൊണ്ട് തന്നെ പക്ഷേ അത് അവരിലേക്ക് ഇത്തരം വാർത്തകൾ ഇന്ന് പത്രങ്ങളിലടക്കം വലിയ രീതിയിൽ വന്നുകൊണ്ട് തന്നെ ഇത്തരം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ പലരും രക്ഷപ്പെടാനുള്ള സാധ്യത, ഈ ഘട്ടത്തിൽ മാറി നിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പോലീസ് വിലയിരുത്തുന്നുണ്ട്. അവർക്കായി ഉള്ള തിരച്ചിലുകൾ, പരിശോധനകളൊക്കെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഉണ്ട്. ഒരുപാട് ദുരൂഹതകൾക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അത് വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. യെസ്, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. എന്തായാലും കോട്ടയത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും യുവതികളെ, ഗർഭിണികളായ യുവതികളെ എത്തിച്ച് കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്ന സംഘത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. വലിയൊരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.